പക്ഷെ ഞാൻ എടുത്തു. എൻ്റെ തീരുമാനമാണ്, എൻ്റെ തീരുമാനം. ഞാൻ നോക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒരു കിലോ വെച്ചു. എൻ്റെ കുടുംബക്കാർക്ക് ചെറിയ കാരണം എൻ്റെ കുടുംബക്കാരിൽ ആരൊക്കെയാണ് എൻ്റെ ബസ്സിലേക്ക് അറിയാൻ. അതുകൊണ്ട് നമുക്ക് നോക്കാം ആരായിരിക്കും എനിക്ക് ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ആദ്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്ക് 30 ഫോളോവേഴ്സ് 40 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് തരും എൻ്റെ ഒരു മനസ്സിൽ പക്ഷെ നടത്തില്ല. എനിക്കറിയാം ഇതന്നെ എൻ്റെ അഭിപ്രായം. ശരിക്കും സംസാരിക്കാനും പറ്റില്ല, എഴുതാനും പറ്റത്തില്ല. എന്തെല്ലാം സ്ഥലമില്ല, വയറുവേദന, തലവേദന. അതുകൊണ്ട് ഞാൻ സ്കൂളൊന്നും ലീവാക്കിയത്. ഞാൻ അങ്ങോട്ട് ലീവാക്കുന്നില്ല. എനിക്ക് തണുപ്പ് പനിയായിരുന്നു ലീവാക്കിയതാണ്. അപ്പം ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എത്ര ദിവസം നിങ്ങൾ കണ്ടിട്ട് കണ്ടേ. പക്ഷെ എനിക്ക് പണ്ടേ ഒരാഗ്രഹം എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാ യൂട്യൂബ് വീഡിയോ അപ്പോൾ തന്നെ കണ്ട് എനിക്കൊരാഗ്രഹം. അതാണ് ഈ ആഗ്രഹം നിങ്ങൾ സാധിച്ചത്. ശരിക്കാഗ്രഹം ഇതായിട്ട് ചെറിയ ഫോളോവേഴ്സായിട്ടുള്ള വയനാട്ടിലെ സംഭവം മക്കളെ ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്തെല്ലോ ഒരു സാധനം ശരിക്കും സമയത്തുണ്ട്. എല്ലാവരും സമയമുണ്ട്. ഞാൻ കളിക്കുമ്പോഴെല്ലാം കുറച്ച് സൗണ്ടെല്ലാം വേണം. അപ്പം ഞാൻ സൗണ്ടെല്ലാം ഭയങ്കര ആക്കാറുണ്ട്. ആ വയനാട്ടിലൊരു സംഭവം ഇരുളാണ് ഗൈസ്. നെറ്റ് എണിച്ച് പോയി. എന്താണ് സൗണ്ട് വെച്ചിട്ട് എല്ലാവരും പുറത്ത് വന്ന് എല്ലാവരും ഓടിപ്പോയി. എല്ലാവരും അങ്ങനെ തന്നെ പോയി. എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെയൊന്നുമല്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സോ അത് ഞാൻ എൻ്റെ ഭാഗ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാർ ഈ ഉമ്മാമ വേഗം ഓണത്തിൽ ലീവല്ലേ എന്നേരം ഒരിക്കലും പോയി. അപ്പം ഞാൻ എനിക്ക് ഓണാവുമ്പോഴത്തേക്ക് മുസ്ലിമാണ് ഞാൻ ജസ്റ്റ് പറയുന്നേരം ഓണാവുമ്പോഴത്തേക്ക് എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആവണം. എൻ്റെ വിചാരം അങ്ങനെയാണ്. എനിക്ക് വിചാരം എനിക്കത് കുറേ യൂട്യൂബ് ചാനൽ ഞാനുള്ളതിൽ കമൻറ്റും വായിക്കാറുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പല വീഡിയോസ് ഞാൻ ഇടയിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഒരു സെൻറ്റർ നിങ്ങൾക്കൊരു നിങ്ങൾ ഏത് ടീമാണോ? മെസ്സി ആണോ റൊണാൾഡോ ആണോ അതുപോലെ നെയ്മറോ? മെസ്സി ആയവർ കമൻ്റ് ആവും. മെസ്സി ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം. മെസ്സി ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം. റൊണാൾഡോ ലൈക്ക് ചെയ്യാം. നെയ്മറും യമാലും എല്ലാം കമൻറ്റ് ചെയ്തു. എങ്കിലൊരു വീഡിയോ കമൻറ്റ് ഉണ്ടോ? അതിലേതെങ്കിലും ഉണ്ടോ? ഞാൻ അപ്പോൾ നോക്കാനുണ്ട് കമൻറ്റ്. അപ്പം കുറേ പാക്ക് പറയാൻ പക്ഷേ എനിക്ക് തണുപ്പായിട്ട് പറയാൻ പറ്റില്ല. സ്കൂളിൽ
പ്രാക്ടീസിലാണെങ്കിലാണ് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകം ഫോണെല്ലാം കാണുമ്പോഴത്തേക്ക് പറഞ്ഞു തരാം. ഓക്കെ, എനിക്കെൻ്റെ ക്ലാസ് ടീച്ചർ ഭയങ്കര ഇഷ്ടം. ഷംന മാമ, പേര് ഷംന ബേബിക്ക്. ആ മാമ പാവം. അതെന്തല്ല എന്നെ അടിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒന്നും അടിച്ചിട്ടുണ്ടാവൂല. അടിച്ചിട്ടില്ല. ആ മാമ ഭയങ്കര ഇഷ്ടം. ഐ ലവ് ദാറ്റ് മാം. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അർത്ഥം. എന്താണ് എനിക്ക് ആ മാമിനെ ഭയങ്കര ഇഷ്ടം. അപ്പം മാമോട് നടക്കില്ല, നല്ല മാം. എന്തൊക്കെയുണ്ടെങ്കിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ശരിയാക്കും, ഇങ്ങനെ പലതല്ല. അപ്പം എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കുറച്ച് പേര് പറയും, ഓ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ തുടങ്ങി. പിന്നെ എൻ്റെ കുടുംബക്കാരനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെന്താ എത്ര വലിയ വീട്, ഇതെന്താരട്ടെ, ഇതാരട്ടെ, ഒന്ന് പറഞ്ഞൂടെ എന്നല്ല പറയുന്നത്. അപ്പം ഇത് പേരിട്ടത് വെച്ചാൽ എൻ്റെ ഇക്കാക്കിയ പിക്സൽ ഗെയിമർ XY. പിക്സൽ ഗെയിമർ XY എന്നാണ് ശരിക്കും ഫുൾ മീനിങ്. ആദ്യം ഇട്ടത് റസീന കച്ചവടമാണ്. പിന്നെ ഒക്കെ ആരെല്ലാം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 6-5 വയസ്സ്, 7 വയസ്സ് മുതലേ തുടങ്ങിയാണ്. അപ്പോഴത്തേക്ക് സെല്ലടല്ല വീഡിയോസ് ഇങ്ങനെ കട്ടായിട്ട് പോകും. അപ്പം എൻ്റെ പോസ് ഭയങ്കര ഇഷ്ടം. എന്നെ കാണാൻ ഭയങ്കര ക്യൂട്ട്. അപ്പം എന്തായാലും അതിലുള്ള എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സുണ്ടല്ലോ ആയിക്കോട്ടെ. നമ്മളങ്ങനെ ഉണ്ടാവാണ് അല്ലേ. എൻ്റെ സമ്മേളനം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ട്. ഞാൻ പറഞ്ഞെടുക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പേരിട്ടു. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണും. ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. ഞാൻ യൂട്യൂബ് ചാനലിലെ വീഡിയോ മാത്രമേ കാണുള്ളൂ പറയും. അപ്പം ഈ മുടി പ്രോബ്ലംസ് ഇല്ല. അപ്പം വെച്ചാൽ എന്തെങ്കിലും എല്ലാവർക്കും കമന്റ് ചെയ്യാൻ. എല്ലാവരും തൗഫീഖ് നൽകട്ടെ കേട്ടോ. എന്നെയും പ്രാർത്ഥിക്കണം എൻ്റെ പണിയെങ്കിലൊന്ന് പോകാൻ. ഇങ്ങനെ ഫേസെല്ലാം ഡള്ളായിരിക്കുന്നു. എന്താ അല്ലേ പനി വന്ന് ഇങ്ങനെയുള്ള അവസ്ഥ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് നമ്മൾ പനി പിടിച്ചാലെല്ലാം നമുക്ക് ഊതാനെല്ലാം നിൽക്കാൻ പറ്റും. എനിക്ക് ഊതാനേ കഴിയുന്നില്ല, തെറ്റിക്കൊണ്ടേ നിൽക്കുന്നു. എനിക്ക് പനി മാറിയില്ലെങ്കിൽ പനി മാറിയിട്ട് ഞാൻ ശരിക്കും ഊതിയാൽ മതി. അതാണ് എൻ്റെ ഒരു വാക്ക്. എൻ്റെ വാക്ക് ഞാൻ തന്നെ സാധിക്കും. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. Pixel Gamer XY. It's our 5th video or anything. Bye. I miss tomorrow's video. തണുപ്പിടിച്ചാൽ നല്ല കഴിഞ്ഞ എനിക്ക് തലവേദന വയറ് വേണം.